ജമ്മു കശ്മീരിൽ ഭീകരവാദികൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി ഇന്ത്യൻ സേന. ഇന്ത്യൻ കരസേനയും അതുപോലെ ജമ്മു കശ്മീർ പോലീസും അതുപോലെ BSFും CRPFും ചേർന്ന സംയുക്തമായ പരിശോധനയാണ് ജമ്മു കശ്മീരിലെ ദ്വാഡ, കിസ്വാർ ജില്ലകളിലായി ഇപ്പോൾ നടത്തുന്നത്. 30 മുതൽ 35 വരെ ഭീകരന്മാർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയതായി ഇന്റലിജൻസിന് കഴിഞ്ഞ ദിവസമാണ് വിവരം ലഭിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ജമ്മു കശ്മീരിലുടനീളം സേന കൂടുതൽ ശക്തമായ നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. ഡ്രോൺ നിരീക്ഷണങ്ങൾ അതുപോലെ തന്നെ റഡാർ പരിശോധനകളൊക്കെ തന്നെയാണ് ഇന്ത്യൻ സേന ആരംഭിച്ചത്. കടുത്ത മഞ്ഞ് വീഴ്ചയാണ് ജമ്മു കശ്മീരിലെ മലനിരകളിൽ ഒക്കെ തന്നെയും. ഈ മഞ്ഞ് വീഴ്ചകളുടെ മറവിൽ ഇന്ത്യക്കുള്ളിലേക്ക് ഈ ദുഷ്കരമായ കാലാവസ്ഥാ സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ സമയത്ത് പ്രധാനമായും അതിർത്തികളിൽ സേനയുടെ നിരീക്ഷണം താരതമ്യേന കുറവായിരിക്കും. എല്ലാ കാലത്തും ഈ സീസണിലാണ് പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. ഇക്കുറിയും നിരവധി പാകിസ്ഥാനി ഭീകരന്മാർ അതിർത്തിക്കപ്പുറത്തുള്ള ലോഞ്ച് പാഡുകളിൽ തയ്യാറായിരിക്കുന്നുവെന്നും ലോഞ്ച് പാഡുകളിൽ നിന്ന് തക്കം കിട്ടിയാൽ ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്നും നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. BSFിൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സേനാ വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ഏകദേശം 73 ലോഞ്ച് പാഡുകൾ ഇന്ത്യക്ക് അപ്പുറത്ത് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ സൈനികരും പാകിസ്ഥാന്റെ ഭീകരന്മാരും ചേർന്ന് നിർമ്മിച്ചുവെന്നും ആ 73 ലോഞ്ച് പാഡുകളിലായി ഏകദേശം 135ഓളം ഭീകരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുമായിരുന്നു നേരത്തെ BSFിന് ലഭിച്ച റിപ്പോർട്ടുകൾ. ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പ്രതിരോധ വകുപ്പിനും BSF കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അതിർത്തികളിലെ നിരീക്ഷണവും അതിർത്തികളിലെ പെട്രോളിങ്ങും അതിർത്തി രക്ഷാസേനയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിയത്. ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത്. 35ഓളം ഭീകരന്മാർ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവർ കിഷ്ത്വാർ, ദോഡ ജില്ലകളിലെ മലനിരകൾക്ക് മുകളിലാണ് ഇവർ ഇപ്പോഴുള്ളത്. കടുത്ത മഞ്ഞ് വീഴ്ചയാണ്, കടുത്ത മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് മലനിരകളിൽ. ഈ മലനിരകളിൽ ഇനിയും കൂടുതൽ ദിവസം ഇവർക്ക് തങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സിവിലിയൻസ്മാരുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. ഈ മേഖലയിൽ സിവിലിയന്മാരുടെ സാന്നിധ്യം വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഇവർക്ക് ഇവിടെ സർവൈലൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അതേസമയം കിട്ടിയ അവസരത്തിൽ പരമാവധി ഇന്ത്യക്കുള്ളിലേക്ക് കടക്കുകയും ഇന്ത്യയുടെ ഗ്രാമങ്ങൾക്കുള്ളിലേക്ക് ഇവരെ സഹായിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഈ അതിർത്തികളിൽ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അത്തരത്തിൽ ഈ ഭീകരവാദികളെ സഹായിക്കുന്ന ഇന്ത്യ അതിർത്തിയിലുള്ള ജമ്മു കശ്മീരിലുള്ള സിവിലിയൻസിൻ്റെ ഇടയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ എത്തിപ്പെട്ടാൽ അതിർത്തി രക്ഷാസേനയുടെയും ഇന്ത്യൻ കരസേനയുടെയും കണ്ണുകളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഇവരെ മറച്ചു വയ്ക്കാൻ ഇവർക്ക് കഴിയും. അതിനുശേഷമായിരിക്കും പിന്നീട് അവസരം കിട്ടുമ്പോൾ ഇന്ത്യയുടെ സേനയ്ക്ക് നേരെയും ഇന്ത്യക്കുള്ളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇവർ മുതിരുക. അത് മനസ്സിലാക്കിയിട്ട് ഈ ഭീകരന്മാരെ പർവ്വതങ്ങൾക്ക് മുകളിലിട്ട് തന്നെ തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയുടെ സൈന്യം ഇപ്പോൾ പർവ്വതങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്, പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭീകരന്മാരുടെ സാന്നിധ്യമുണ്ടായാൽ ആ സമയം തന്നെ ഓപ്പറേഷൻ ആരംഭിക്കാനാണ് സേനയ്ക്ക് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂടുതൽ ഡ്രോണുകളും കൂടുതൽ റഡാർ സംവിധാനങ്ങളും അതിർത്തികളിലേക്ക് സേന സജ്ജമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കാനാണ് ഇപ്പോൾ സൈന്യം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ 35ഓളം ഭീകരന്മാർ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയതായുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഭീകരന്മാരെ കണ്ടെത്താൻ വേണ്ടി ഓപ്പറേഷൻ അതിശക്തമാക്കിയിരിക്കുന്നു ജമ്മു കശ്മീർ അതിർത്തിയിൽ ഇന്ത്യൻ സേന. അതേസമയം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തികളിലൂടെ ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിടാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ പെട്രോളിംഗ് ശക്തമാക്കുകയും ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിലൂടെ ബംഗാളിലേക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മറ്റേതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കോ ബംഗ്ലാദേശ് വഴി പാകിസ്ഥാന്റെ ഭീകരന്മാരെ കടത്തിവിടാനുള്ള പരിശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചത്.
ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം മുതലെടുത്തുകൊണ്ട് ആ സംഘർഷത്തിന്റെ മറവിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് ഭീകരവാദികളെ നുഴഞ്ഞുകയറ്റിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കൂടുതൽ ഭീകര കേന്ദ്രങ്ങൾ ബംഗ്ലാദേശിൽ സ്ഥാപിക്കാനും ബംഗ്ലാദേശിനെ ഒരു തീവ്രവാദ ഹബ്ബാക്കി മാറ്റാനുമാണ് പാകിസ്ഥാൻ പരമാവധി ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ ഒരു ക്യാമ്പ് തന്നെ, ഒരു വിങ് തന്നെ പാകിസ്ഥാൻ ആരംഭിച്ചു. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ജോലിയെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാകിസ്ഥാന്റെ വലിയ ആ പരിശ്രമമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തെ പരമാവധി മൂർധന്യാവസ്ഥയിൽ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ. അതേസമയം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തികളിലൂടെ ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിടാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ പെട്രോളിംഗ് ശക്തമാക്കുകയും ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിലൂടെ ബംഗാളിലേക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മറ്റേതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കോ ബംഗ്ലാദേശ് വഴി പാകിസ്ഥാന്റെ ഭീകരന്മാരെ കടത്തിവിടാനുള്ള പരിശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം മുതലെടുത്തുകൊണ്ട് ആ സംഘർഷത്തിന്റെ മറവിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് ഭീകരവാദികളെ നുഴഞ്ഞുകയറ്റിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കൂടുതൽ ഭീകര കേന്ദ്രങ്ങൾ ബംഗ്ലാദേശിൽ സ്ഥാപിക്കാനും ബംഗ്ലാദേശിനെ ഒരു തീവ്രവാദ ഹബ്ബാക്കി മാറ്റാനുമാണ് പാകിസ്ഥാൻ പരമാവധി ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ ഒരു ക്യാമ്പ് തന്നെ, ഒരു വിങ് തന്നെ പാകിസ്ഥാൻ ആരംഭിച്ചു. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ജോലിയെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാകിസ്ഥാന്റെ വലിയ ആ പരിശ്രമമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തെ പരമാവധി മൂർധന്യാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ ഒരു ക്യാമ്പ് തന്നെ, ഒരു വിങ് തന്നെ പാകിസ്ഥാൻ ആരംഭിച്ചു. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ജോലിയെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ കടത്തിവിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാകിസ്ഥാന്റെ വലിയ ആ പരിശ്രമമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തെ പരമാവധി മൂർധന്യാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ.